അമ്മ തന്നെ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ? അമ്മയുടെ പഴയ ആഭരണങ്ങളില്ലേ, അതൊന്ന് മിനുക്കണം. കടയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കൊണ്ടുകൊടുത്താ മതി. വിവാഹശേഷം ഗാഥയ്ക്ക് കൈമാറാനുള്ള പരമ്പരാഗതമായ ആഭരണങ്ങളാ. വൈകിക്കഴിഞ്ഞാ അമ്മയ്ക്ക് ഇഷ്ടാവില്ല. ഇപ്പൊ എടുത്തു തന്നോളൂ, ഞാൻ കൊടുത്തേക്കാം. താനേ അമ്മയുടെ മുറിക്കേറി അലമാരിന്നെടുത്തോ. അതൊരു തടിച്ച പെട്ടിയാ. താൻ കണ്ടിട്ടില്ലേ അത്? അതെ, താനിത് എങ്ങോട്ട് പോവുക? അല്ല, അലമാരയുടെ താക്കോല് മുത്തശ്ശിയുടെ അടുത്തൊന്നും മേടിക്കണ്ടേ? അയ്യോ, അമ്മ പൂജാമുറിയില്ല. ചെന്ന് വിളിച്ച ചിലപ്പോ ഇഷ്ടാവില്ല. അലമാരയുടെ താഴെ ഒരു ഡോറുണ്ട്, അതിനകത്ത് താക്കോലുണ്ടെന്ന് പറഞ്ഞു. താനെടുത്ത് തുറന്നോ? അല്ല, ഞാനെടുത്ത് തുറന്നിട്ടേ ഇനി അതിനൊരു പ്രശ്നം വേണ്ട. ഓ, താൻ ഇനി അതിന്റെ ജാതകൊന്നും ഗണിക്കാൻ നിക്കണ്ട. ചെല്ല്, പോയെടുത്തോ, പോ. ശരി. ഇപ്പൊ തന്നെ വൈകി, ഞാൻ പോട്ടെ. പൊയ്ക്കോ, വേഗം ചെല്ല്. ഹലോ, ഞാൻ നിർമ്മലയാ, കളരിക്കലേ. ഓ, മനസ്സിലായി. നിങ്ങൾ വരുമെന്ന് പറഞ്ഞ ആൾ ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ സ്വർണ്ണക്കടയിൽ തന്നെ ഇല്ലേ? ഉണ്ട്, ഞാൻ ഷോപ്പ് അടക്കാൻ തുടങ്ങുകയായിരുന്നു. ദേ, അയാൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ അടുത്തെത്തും. ഞാൻ പറഞ്ഞ ആഭരണ പെട്ടിയും കൊണ്ട്. അത് വാങ്ങി വെക്കണം. അയാൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ? ഏയ്, അയാളൊരു മണ്ടനാ. അത് നിങ്ങളെ ഏൽപ്പിച്ച് അയാള് പോവുകയുള്ളൂ. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതെ, കൈ നനയാതെ കയ്യിൽ കാശ് കിട്ടുന്ന കാര്യമായോണ്ട് ഞാൻ മൂളിന്നേ ഉള്ളൂ. പക്ഷെ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ കൈവിട്ടുകളേ. ഏയ്, തനിക്ക് ഒരു കുഴപ്പവും വരില്ല. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓ, മാണിക്കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്ന ആഭരണങ്ങൾ എന്ത് ചെയ്യണോന്ന് ഞാൻ പറയാം. ഓ, പിന്നീട് അത് അന്വേഷിച്ചു വരുന്ന മാണിക്കുഞ്ഞിനോട് എന്ത് പറയണമെന്ന്. എങ്കിൽ ശരി. ചുറ്റും കനത്ത ജ്വല്ലറികൾ വന്നതുകൊണ്ട് ഞങ്ങളാകെ വലിച്ചില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഒരു കാര്യം സമ്മതിച്ചത്. ഹേയ്, താൻ പേടിക്കണ്ട. എന്റെ മകളുടെ വിവാഹത്തിന് താൻ പ്രതീക്ഷിക്കാത്ത അത്രയും വലിയൊരു ഓർഡർ അതൊട്ടും വൈകാതെ ഞാൻ തനിക്ക് തരും. അതുമാത്രമല്ല, കളരിക്കൽ കുടുംബത്തില് ഒരുപാട് പെൺകുട്ടികളുടെ വിവാഹം നടക്കാനുണ്ട്. അതെല്ലാം ഞാൻ തന്റെ കടയിലേക്ക് എത്തിക്കാം. താങ്ക് യു മാഡം. അങ്ങനെ വരുന്നതിനൊക്കെ മാഡത്തിന് കമ്മീഷൻ ഉണ്ടാവും. ഹേയ്, എനിക്കതിന്റെ കമ്മീഷനൊന്നും വേണ്ട. ഈ കാര്യം വീഴ്ചയില്ലാതെ നടത്തി തന്നാ മാത്രം മതി.